ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഇന്ന് കലങ്കരി ഉത്സവം എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ പൊങ്കാല അല്ലേ, തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല, അതുപോലത്തെ ഒരു പൊങ്കാല ആണ് നമ്മൾ അവിടുത്തെ ഭഗവതിക്ക് നേദിക്കുന്നത്. പൊങ്കാല എല്ലാ വീട്ടമ്മമാരും ഒക്കെ ചേർന്നിട്ട് ആ കുടുംബക്ഷേത്രത്തിൻ്റെ അംഗങ്ങളായിട്ടുള്ള എല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് ബാംഗ്ലൂർ ആയതുകൊണ്ട് നാട്ടിൽ പോകാൻ പറ്റിയില്ല. സോ ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എന്തൊക്കെയൊക്കെയാണ് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. നമ്മുടെ കുടുംബക്ഷേത്രമായിട്ടുള്ള ശ്രീ ചെട്ടിയാരുവണ്ടി ഭഗവതി ക്ഷേത്രത്തിലെ തെര മഹോത്സവത്തിനോടനുബന്ധിച്ച് തൊട്ട് തലേദിവസം നടക്കുന്ന കലങ്കരി ഉത്സവത്തിലാണ് ഈ ഒരു പൊങ്കാല പായസം ദേവിക്ക് വേണ്ടിയിട്ട് നേദിക്കുന്നത്. അപ്പം ഈ ഒരു പൊങ്കാല പായസം എന്ന് പറയുന്നത് മെയിനായിട്ടും നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു ഉണക്കലരി അല്ലെങ്കിൽ നെല്ലുകുത്തരിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം എനിക്കിവിടെ കിട്ടിയത് നമ്മൾ ഈ പൊടിയരിക്കൊക്കെ ഉണ്ടാക്കുന്നില്ല, പൊടിയരിയാണ് ഞാനിവിടെ എടുത്തത്. ബ്രോക്കൺ മട്ട റൈസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ശർക്കര. അപ്പോൾ വെള്ളം ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ അരിയൊക്കെ കഴുകി വെള്ളം തിളയ്ക്കാൻ വേണ്ടി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം തിളച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കി നോക്കുന്നത്. വീട്ടിലാണെങ്കിൽ അമ്മയും പിന്നെ കുടുംബക്കാരും ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ആ വഴിക്ക് പോകാറുണ്ടായിരുന്നില്ല. ഇത്തവണ എന്തോ ഉണ്ടാക്കണം തോന്നി. ഇഷ്ടിക കൊണ്ട് അടുപ്പുണ്ടാക്കി വിറക് ഒക്കെ വെച്ചിട്ട് ആണ് നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കേണ്ടത് ശരിക്കും. പക്ഷേ എൻ്റെ ഒരു പരിമിതികൾ മൂലം ഞാൻ ഗ്യാസിലൊക്കെയാണ് വെക്കുന്നത്. അപ്പം എനിക്കറിയാവുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ശർക്കര നമ്മൾ അലിയിച്ചത് ഒന്ന് അരിച്ചെടുക്കുക. ഇപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ തേങ്ങ കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ അരി ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ശർക്കര പാനി ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പം നല്ല ആ ഒരു ബ്രൗണിഷ് കളറൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ട കളറ് മാറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഏലക്ക എടുത്തിട്ടുണ്ടായിരുന്നു. ഏലക്ക ഒന്ന് പൊടിച്ചിട്ട് അതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനിവിടെ തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചെറുതായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള പഴം കൂടെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുടിക്കാം. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉത്സവത്തിന് പോകാൻ പറ്റാഞ്ഞത് ഭയങ്കര മിസ്സിങ് തന്നെയാണ്. അപ്പം ഞാൻ 2-3 വീഡിയോസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോസാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കാവിലെ മെയിനായിട്ടുള്ള ഭഗവതി തെരയാണ്.